മധ്യപ്രദേശിൽ കഫ് സിറപ്പ് കഴിച്ച 21 കുട്ടികൾ മരിച്ച സംഭവത്തിൽ നിർണായക നടപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചെന്നൈയിലെ 7 ഇടങ്ങളിൽ ഇഡിയുടെ മിന്നൽ റെയ്ഡ്. ശ്രീഷൻ ഫാർമ സ്ഥാപനങ്ങളിലും തമിഴ്നാട് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലുമാണ് പരിശോധന നടത്തിയത്. ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? മധ്യപ്രദേശിലെ ഈ കഫ് സിറപ്പ് ദുരന്തത്തിൽ ഇഡി ഇപ്പോൾ നിലവിൽ ചെന്നൈയിലെ 7 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരിക്കുകയാണ്. അത്രത്തോളം നിർണായകമാണ് ഇഡിയുടെ ഈ നീക്കം. ശ്രീഷൻ ഫാർമയുടെ കമ്പനിയിലാണ് ഈ കഫ് സിറപ്പ് നിർമ്മിച്ചത്. ഈ ശ്രീഷൻ ഫാർമയിൽ നിർമ്മിച്ച കഫ് സിറപ്പ് കഴിച്ച കുട്ടികളാണ് മരണപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയാണ്. ചെന്നൈയിലെ 7 ഇടങ്ങളിലാണ് ഇഡി റെയ്ഡ് നടത്തുന്നത്. അത് ഈ ശ്രീഷൻ ഫാർമയിൽ ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടക്കുന്നു. കൂടാതെ തമിഴ്നാട് ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോ ഡിപ്പാർട്ട്മെന്റിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ ശ്രീഷൻ ഫാർമയുമായി ബന്ധപ്പെട്ട മറ്റ് ചില ഇടങ്ങളിലും അതേപോലെ തന്നെ ചില ഉദ്യോഗസ്ഥരുടെ വീടുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അമിത ലാഭത്തിനായിട്ട് വില കുറഞ്ഞ രാസപദാർത്ഥങ്ങൾ ഈ മരുന്നിൽ കലർത്തിയതാണ് ഈ കുട്ടികളുടെ മരണത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പണ ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു കാണണം എന്നുള്ള ഊഹങ്ങളുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ആരംഭിച്ചിരിക്കുന്നത്. രോഹൻ.